രാവിലെ നമ്മൾ ഇവിടുത്തെ പരിപാടി എന്ന് അറിയോ, നല്ല സുന്ദരമായ കുറെ ചാമ്പ വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമുക്ക് വലിയ കവറിലോട്ട് മാറ്റുന്ന രീതി എങ്ങനെയാണ് എന്നത് കാണണ്ടേ? കോടിഞ്ഞ് പോലെ നല്ല ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് കണ്ടാലോ. നമ്മളെ ഫ്രൂട്ട് നന്നായിട്ട് പിടിക്കുന്ന ബുഷായിട്ട് കായ്ക്കുന്ന ഒരു ചാമ്പയാണ്. അതിനകത്തുനിന്ന് അതിന്റെ വലിയ കവറിലുള്ള ചാമ്പ. നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് അധികം കുരുവില്ല, അല്ലേ? സീഡ് ഇല്ലാത്തൊരു വെറൈറ്റിയാണ്, നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. രാവിലെ നമ്മളെ ഇവിടുത്തെ പരിപാടി എല്ലുപൊടി, വേപ്പമണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, പുട്ടുമണ്ണ്. ഈ മണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ മണ്ണാണ്. ഇതിനകത്തോട്ട് ഈ പ്ലാന്റിനെ ഒന്ന് മാറ്റി നിറയ്ക്കുന്ന രീതിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേണ? ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർന്നേക്കുന്നതെന്ന് പറയാൻ വേണ്ട. ഇതിനകത്ത് എല്ലുപൊടി, വേപ്പമണ്ണാക്ക്, വേപ്പമണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത മിശ്രിതമാണ്. അതിനകത്ത് കവർ ഇളക്കുന്ന രീതിയാണ് ഫുള്ള്. ഇതെല്ലാം റൂട്ട് അല്ലേണ? അതെ, റൂട്ടാണ്. അതിനകത്ത് ആ ചെറിയ കവറിനകത്തുനിന്ന് പ്ലാന്റിനെ ഇളക്കിയിട്ട് വലിയ കവറിലോട്ട് തന്നെ റൂട്ടൊന്ന് കാണിച്ചു തന്നെ. റൂട്ടൊന്ന് ജസ്റ്റ് അവരൊന്ന് കാണാൻ വേണ്ടിട്ടാ. കുറെ നാളായതാണ് റൂട്ടിരിക്കുന്ന ഇരിപ്പോക്കി, ഇല്ലേണ? എങ്ങനെയുണ്ട്? നല്ല പ്ലാന്റ്, അടിപൊളി പ്ലാന്റ് ആണ്. അണ്ണന്റെ ഒരു അഭിപ്രായം എന്താണ് ഈ പ്ലാന്റിനെ പറ്റിയിട്ട്? നമ്മള് കനകക്കുന്ന് പുത്തിരിക്കണ്ട മൈതാനത്തൊക്കെ ഇഷ്ടം പോലെ പ്ലാന്റ് കായ്ച്ചത്. കുറെ നാളിന് ശേഷമാണ് നമുക്ക് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇവിടെ വരുന്നത്, അല്ലേ? സീഡ്ലെസ് ചാമ്പയാണ്, നല്ല മധുരമുള്ള ചാമ്പയാണ്, നല്ല ടേസ്റ്റ് ആണ്. നല്ല ഡാർക്ക് റെഡ് കളറാ, അല്ലേ? അതെ, ആ കളറിന് കൊടുക്കണം. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല സുന്ദരമായ ചാമ്പ. അത് വലിയ കവറിലോട്ട് മാറ്റി നിറയ്ക്കുന്നത്. ഇനിയിപ്പോ ഈ കവറിനകത്ത് ഇനി ഒരുപാട് നാൾ ഇരിക്കത്തില്ല, അല്ലേണ? ഒരുപാട് നാള് ഈ കവറിനകത്ത് അത് ഇരിക്കത്തില്ല. അന്നേരം നമ്മൾ ഇതിനെ മാറ്റി താണ്ട് ഇതേപോലെ നിറച്ചതിന് ശേഷമാണ്. ഇതെന്തിനാണ് തട്ടുന്നത്? എന്തിനാണ്? മണ്ണ് താഴോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്. ഇതിലേക്ക് വെള്ളം വീഴുമ്പോഴത്തേക്ക് മണ്ണ് പ്ലാന്റ് മേളിൽ നിൽക്കും. അതുകൊണ്ട് ഇതേപോലെ തട്ടിയാണ് ഉറപ്പിക്കുന്നത്. അല്ലാതെ ഇനി തട്ടുന്നതുകൊണ്ട് ചെടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടോ? ഒരുപാട് വരുന്നേ ഇങ്ങനെ തട്ടുമ്പോ പ്ലാന്റിന് ദോഷം വരുവാണ്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എഴുതത്തില്ലേ? കവറിന്റെ എല്ലാ സൈഡിലും മണ്ണിറങ്ങി കിട്ടും. എന്നിട്ട് പ്ലാന്റ് നല്ല അത് വെക്കുമ്പോ നല്ല ഇതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. പ്ലാന്റ് കാണാൻ തന്നെ ഉഷാറായിരിക്കും, അല്ലേ? ഓക്കെ, താങ്ക് യു. ഹായ് മുരളി, എന്താ പരിപാടി രാവിലെ? തേക്ക് കടാനുള്ള പരിപാടിയാ. എന്താ ഈ തേക്ക് വെക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്തേ? ഞാനാ ഒരു എത്ര കൊല്ലം വേണം ഒന്ന് സെറ്റ് ആയി? അത്യാവശ്യം മുറിക്കാൻ പറ്റും. കാതലൊക്കെ കാണുമല്ലോ. അന്നേരം അത്യാവശ്യം കാതല് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു പോട്ട് എന്തായാലും 10-15 രൂപ വെച്ച് കിട്ടുമല്ലോ. ഒരു മരത്തിന് കിട്ടും. ഒരു 50 രൂപ കാശ് മുടക്കി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അന്നേരം നല്ല അടിപൊളിയായിട്ട് ഇത്രയുള്ള പറമ്പൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തേക്ക് കാണാം. പിന്നെ പ്രയോജനപ്പെടുത്തില്ലേ? ഭാവിയിൽ പ്രയോജനപ്പെടുവോ? നിങ്ങൾക്ക് പോലുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് പറയുമ്പോ തേക്കിന് പൈസ ഉണ്ടല്ലോ. തേക്കിന് എപ്പോഴായാലും കാശാ. വീട്ടില് ജനസംഖ്യകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വീട് അതേപോലെ തന്നെ എന്തുമാത്രം വീടാ ഒരു കൊല്ലം വിൽക്കുന്നതല്ല. ഭാവിയിൽ സ്വർണത്തിനൊക്കെ ഉള്ള വില അറിയാലോ. സ്വർണം കിട്ടാനില്ലാത്തൊരു സമയത്തോട്ട് പോവുക. അന്നേരം ഇതേപോലെ തേക്ക് തയ്യോ ഇതേപോലെ കാലിപ്പുരയിടം തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്തടത്ത് തേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം വളം ചെയ്യണ്ടല്ലോ. വലിയ വളങ്ങളൊന്നും വേണം. പിന്നെ വളം കൊടുത്താ 25 എന്നുള്ളത് 20 ആവും. നന്നായിട്ട് കയറി വരും. ഓക്കെ അണ്ണാ. അതിന്റെ പേരെന്താ? സുനിൽ. ഓക്കെ അണ്ണാ. തേക്ക് ആകുമ്പോ നമുക്ക് കുറച്ച് ആള് കഴിയുമ്പോ വെട്ടി മുറിച്ചാൽ കാശ് കിട്ടും. 10-25 കൊല്ലം അല്ലേ? ഇപ്പൊ ഒരു കൊച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിനെ കെട്ടിക്കയറാകുമ്പോഴത്തേക്ക് കുറച്ച് കാശ് കിട്ടും. അതെ, കുറച്ച് കാശ് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ സ്വർണ്ണമൊക്കെ തീർന്നോണ്ടിരിക്കുവാ, അല്ലേ? സ്വർണ്ണം വാങ്ങിക്കാനുള്ള കാശിന് വേണ്ടിയാണ്. ഇതാകുമ്പോഴത്തേക്ക് 50 രൂപയ്ക്കകത്തുള്ള ഒരു മുടക്ക് മുടക്കി കഴിഞ്ഞാൽ 10-25 കൊല്ലം കഴിയുമ്പോ എന്തൊരു ആദായം കിട്ടത്തില്ലേ? കറക്റ്റ് കറക്റ്റാന്നാ? അടിപൊളിയാന്നാ? ഇത് എപ്പൊ തോന്നി ഈ ഐഡിയ ഇങ്ങനെ എടുക്കാനും വെക്കാനും? അതായത് ഇത്ര ഏരിയ കാലിയായിട്ട് കിടക്കുന്ന പരിപാടിയല്ലേ ഇത്? ഈ കാലിപ്പുരയിടത്തില് തേക്കിടാൻ വേണ്ടി വെറുതെ തരിച്ചു ഭൂമി വെറുതെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് തേക്കിടുന്നു. ഫുള്ള് തേക്കിടുക അല്ലേ? എത്രത്തോളം തേക്കാ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു എത്ര ഏരിയ ഉണ്ട്? ഇതിപ്പോ 2 ഏക്കർ ഉണ്ട്. 2 ഏക്കർ വസ്തുണ്ട്. അത് ഫുള്ള് തേക്കിടാനായിട്ടുള്ള പരിപാടി. അതാകുമ്പോ വലുതായിട്ട് കെയർ ചെയ്യണ്ട, അല്ലേ? വളം അധികം വേണ്ട, നോക്കാൻ വലുതായിട്ട് ആള് വേണ്ട. 10-25 കൊല്ലം കഴിയുമ്പോ ഒരാദായം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും, അല്ലേ? അന്നേരം ഭാവിയിലേക്ക് നമുക്ക് കുറച്ച് തേക്കും തൈ നടാനായിട്ട് പറ്റും. അതിനായിട്ട് വെച്ചാ പോരെ? അതിനായിട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഓക്കെ, അന്നേരം എല്ലാം മുമ്പോട്ടല്ലേ?